പ്രേക്ഷകർക്ക് നമസ്കാരം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനും സഭയിലേക്ക് വരേണ്ടതില്ല എന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. സുഹൃത്തുക്കളെ, ഈ ശൈത്യകാല സമ്മേളനം വെറും ഒരു ആചാരമല്ല. ഈ സമ്മേളനം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം ജീവിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ തീക്ഷ്ണതയും ഉത്സാഹവും കാലാകാലങ്ങളിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിലുള്ള വിശ്വാസം കൂടുതൽ ശക്തമായി വളരുന്ന തരത്തിൽ ബീഹാറിലെ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമായ വോട്ടർമാരുടെ പങ്കാളിത്തവും കണ്ടു. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അമ്മമാരുടെയും സഹോദരിമാരുടെയും വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം പുതിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്നു. ഒരു വശത്ത് ജനാധിപത്യത്തിന്റെ ശക്തി, മറുവശത്ത് ഈ ജനാധിപത്യ വ്യവസ്ഥക്കുള്ളിൽ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി ലോകം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഇന്ന് പുതിയ ഉയരങ്ങളിലെത്തുന്നതിന്റെ വേഗത ഇത് തെളിയിച്ചിട്ടുണ്ട്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇത് പുതിയ ആത്മവിശ്വാസം പകരുക മാത്രമല്ല, നമുക്ക് പുതിയ ശക്തി നൽകുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൽ രാജ്യത്തിനായി പാർലമെന്റ് എന്താണ് ചിന്തിക്കുന്നത്, രാജ്യത്തിനായി പാർലമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രതിപക്ഷവും അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. ചർച്ചയിൽ അത്തരം ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കുക. തോൽവിയുടെ നിരാശയിൽ നിന്ന് പുറത്തു വരിക. നിർഭാഗ്യവശാൽ തോൽവി പോലും ദഹിക്കാത്ത ചില പാർട്ടികളുണ്ട്. ബീഹാർ ഫലങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കുറച്ച് സമയമായി, അതിനാൽ അവർ അല്പം ശാന്തരായിരിക്കാം. എന്നാൽ ഇന്നലെ ബാജി പറഞ്ഞതിൽ നിന്ന് തന്റെ പരാജയം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയതായി തോന്നുന്നു. തോൽവി അദ്ദേഹത്തെ വിഷമിപ്പിച്ചതായി തോന്നുന്നു. എന്നാൽ എല്ലാ കക്ഷികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ ശീതകാല സമ്മേളനം പരാജയത്തിന്റെ നിരാശയ്ക്കൊരു വേദിയായി മാറരുത്. ഈ ശീതകാല സമ്മേളനം വിജയത്തിന്റെ അഹങ്കാരമായി മാറരുത്. വളരെ സന്തുലിതമായ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ പ്രതിനിധികൾ എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വവും പ്രതീക്ഷകളും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. എന്താണ് സംഭവിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, രാജ്യത്തെ പൗരന്മാർക്കും പ്രബുദ്ധത നൽകാൻ കഴിയുന്ന തരത്തിൽ മോശമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എങ്ങനെ കൃത്യമായി അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. തീർച്ചയായും ഇത് കഠിനാധ്വാനമാണ്, പക്ഷെ അത് രാജ്യത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് വളരെ കാലമായി സഭയിലാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവർ ഈ സഭയിൽ എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള എല്ലാ എംപിമാരും അഗാധമായി അസ്വസ്ഥരാണ്, വളരെ അസന്തുഷ്ടരാണ്. അവർക്ക് അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്നില്ല. അവരുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. രാജ്യത്തിന്റെ വികസന യാത്രയിൽ പങ്കാളികളാകാൻ, അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കിടാൻ അവർ ആഗ്രഹിക്കുന്നു. അതും തടയപ്പെടുന്നു. പാർട്ടി പരിഗണിക്കാതെ നമ്മുടെ പുതിയ തലമുറയിലെ യുവ എംപിമാർ, ആദ്യമായി എംപിമാരായവർ, അവർക്കും നാം അവസരം നൽകണം. സഭ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രയോജനം നേടണം. ഈ പുതിയ തലമുറയുടെ അനുഭവങ്ങൾ സഭയിലൂടെ രാജ്യത്തിനും പ്രയോജനപ്പെടും. അതിനാൽ ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടകത്തിന് ധാരാളം ഇടമുണ്ട്. ആരെങ്കിലും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അത് ചെയ്യട്ടെ. എവിടെ നാടകമല്ല, പ്രവൃത്തി ഉണ്ടായിരിക്കണം. വിളിക്കാൻ നിരവധി മുദ്രാവാക്യങ്ങളുണ്ട്. രാജ്യം മുഴുവൻ ശൂന്യമാണ്. എവിടെ പരാജയപ്പെട്ടു? നിങ്ങൾ പരാജയപ്പെട്ടിടത്ത് നിന്ന് നിങ്ങൾ ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. പരാജയം നേരിടാൻ പോകുന്നിടത്ത് സംസാരിക്കണം. എന്നാൽ ഇവിടെ മുദ്രാവാക്യങ്ങൾക്കല്ല, നയത്തിനാണ്
ഊന്നൽ നൽകേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. സുഹൃത്തുക്കളെ, രാഷ്ട്രീയത്തിൽ നിഷേധാത്മകത ഉപയോഗപ്രദമാകാം, പക്ഷേ ആത്യന്തികമായി രാഷ്ട്ര നിർമ്മാണത്തിന് കുറച്ച് പോസിറ്റീവ് ചിന്ത ഉണ്ടായിരിക്കണം. നെഗറ്റീവ് നിങ്ങളുടെ പരിധിക്കുള്ളിൽ നിലനിർത്തുക. രാഷ്ട്ര നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് എൻ്റെ പ്രതീക്ഷ. സുഹൃത്തുക്കളെ, ഈ ശൈത്യകാല സമ്മേളനം മറ്റൊരു കാരണത്താലും പ്രധാനമാണ്. നമ്മുടെ പുതിയ ബഹുമാനപ്പെട്ട ചെയർമാൻ നമ്മുടെ ഉപസഭയുടെ മാർഗനിർദ്ദേശം ആരംഭിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സുഹൃത്തുക്കളെ, GST പരിഷ്കാരങ്ങൾ ഒരു കുലീന തലമുറയ്ക്കായി രാജ്യവാസികളുടെ ഹൃദയങ്ങളിൽ ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ സമ്മേളനത്തിലും ആ ദിശയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തെ വിശകലനം ചെയ്താൽ കുറച്ചു കാലമായി നമ്മുടെ സഭയെ തിരഞ്ഞെടുപ്പ് സന്നാഹ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ പരാജയത്തിൽ നിരാശ പ്രകടിപ്പിക്കാൻ അധികാരത്തിലായ ശേഷം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ജനങ്ങൾക്കിടയിൽ പോയി അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ അവർ അവരുടെ എല്ലാ കോപവും ഇവിടെ സഭയിൽ പ്രകടിപ്പിക്കുന്നു. ചില ആളുകൾ സഭയെ അവരുടെ സംസ്ഥാന രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്ന ഒരു പുതിയ പാരമ്പര്യത്തിന് ജന്മം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അവർ കളിക്കുന്ന കളിയെക്കുറിച്ച് ഇപ്പോൾ അവർ വീണ്ടും ചിന്തിക്കണം. രാജ്യം ഈ രീതികൾ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ അവർ അവരുടെ തന്ത്രങ്ങളിൽ അല്പം മാറ്റം വരുത്തണം. അവർ എങ്ങനെ പ്രകടനം നടത്തണം എന്നതിനെ കുറിച്ചുള്ള നുറുങ്ങുകൾ നൽകാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ കുറഞ്ഞത് MP-മാരുടെ അവകാശങ്ങളെ അപകടപ്പെടുത്തരുത്. MP-മാർക്ക് സ്വയം പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. നിങ്ങളുടെ നിരാശയിലും പരാജയത്തിലും MP-മാരെ ബലി കഴിക്കരുത്. നാം എല്ലാവരും ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്ന് ഞാൻ രാജ്യത്തിന് ഉറപ്പ് നൽകുന്നു. രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ്. ഈ സഭ അതിന് പുതിയ ഊർജവും ശക്തിയും പകരാൻ പ്രവർത്തിക്കും. ഈ ആത്മവിശ്വാസത്തോടെ വളരെ നന്ദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ തുടക്ക പ്രസംഗ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പ്രതിപക്ഷത്തോട് രാജ്യത്തെ സകല MP-മാരോടും പറയുന്നത് ഒരുമിച്ച് നിൽക്കാൻ. നമ്മള് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ പരാജയങ്ങളെയൊക്കെ തന്നെ അംഗീകരിക്കുന്നു. അതിന്റെ കോപം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് സഭയെ കാണരുത്. അതിനെ കൊണ്ട് രാജ്യത്തെ ജനതക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ ആശയമൊക്കെ പ്രകടിപ്പിക്കൂ എന്നതുൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ MP-മാരായിട്ട് എത്തിയവർക്കുൾപ്പെടെ അവസരം കൊടുക്കണമെന്നത് ഉൾപ്പെടെ. അല്ലാതെ പ്രകടനം വിളിക്കുന്നൊരു സ്ഥലമായിട്ട് സഭയെ കാണരുത്. അത് രാജ്യത്തിന് തന്നെ ദോഷമാണ്. അതുകൊണ്ട് രാജ്യത്തെ ജനതക്ക് ഒരു ഉപകാരവുമില്ല എന്നത് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളോട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരുമിച്ച് നിൽക്കാനാ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ, അല്ലാതെ രാജ്യത്തിനെതിരെ സഭയിൽ പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതിലുള്ള ഏതെങ്കിലും ഒരു വാക്കോ 2 3 വാക്കൊക്കെ എടുത്തിട്ട് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വാർത്തകൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷ മുന്നോട്ട് വെക്കുന്നത്.